नहीं है, क्योंकि मेरे पास है ये जवाब। ये आर्टिकल तुमने शीतल की फाइल से सुनाया, अपने बॉयफ्रेंड को सुनाया, लेकिन एक गलती तुमसे होगी। ये आर्टिकल तुम वापस फाइल में रखना भूल गए। गलती से ये तुम्हारे पर्स पर रह गया। अनजाने में ये पर्स शीतल मेरे कमरे में लेकर आई और तुम्हारी बेईमानी मेरे सामने आ। सर, आप मुझ पर इतना बड़ा इल्जाम डाल रहे हैं। मैं ऐसी हरकत क्यों करूंगी सर? तो तुम ये कहना चाहती हो ये सब तुमने नहीं किया? मैं ये साबित करके दिखाऊंगी कि मैंने नहीं किया। ये सब झूठ है। हाँ सुनीति, बोलो। मिस्टर विजय सिंघानिया का कहना है कि तुमने जो ड्रग्स पर आर्टिकल लिखा उसके बारे में मैंने तुम्हें इंफॉर्मेशन दी। व्हाट? मैं वहां अभी आ रहा हूं। हेलो, मैं बोल रही हूँ। आपने सुनीति से तरुण के बारे में बात की? मैंने अपना इरादा बदल दिया है। अब वो घर में तो क्या, ऑफिस में रहने लायक ही नहीं रही है। कमन सर, आई एम रवि भटनागर और ये इंस्पेक्टर कदम है। ये मुझे बचपन से जानते हैं। आप मिस्टर विजय सिंघानिया को बताइए कि ड्रग्स पे जो आर्टिकल मैंने लिखा था उसकी इंफॉर्मेशन मुझे किसने दी? देखिए, पुलिस स्टेशन की चार दीवारी के अंदर कुछ ऐसी बातें होती हैं जो हम आम पब्लिक को नहीं बता सकते। फिर भी कुछ पुलिस ऑफिसर ऐसे होते हैं जिनकी पूरी कोशिश होती है कि वो सच्चाई को लोगों तक पहुंचा सके, जिसके लिए हम सभी पत्रकारों पर भरोसा नहीं कर सकते, कुछ पर ही कर सकते हैं। उनमें से एक है मिस्टर रवि भटनागर, जिन्हें मैं बहुत अच्छी तरह से जानता हूं। इसलिए मैंने इन्हें बुलाया और सारी इंफॉर्मेशन दे दी। उसका इन्होंने जबरदस्त लेख बनाया और छाप दिया। थैंक यू। गुड डे मिस्टर सिंघानिया, चलेगा? മലയാള നാടകവേദിക്ക് എന്നും പുതുമയുടെ ദൃശ്യാനുഭവം നൽകിയ കലാനിലയം നാടകവേദി മാറ്റത്തിൻ്റെ മറ്റൊരു നവ്യാനുഭൂതി കൂടി നാന്ദി കുറിക്കുകയാണ്. ആഖ്യാനങ്ങൾക്കും വ്യാഖ്യാനങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരു പുനർവായന സ്വീകരിച്ചാലും ഹിഡിംബി an arrow from the past.
കലാനിലയം സ്ഥിരം നാടകവേദി എന്നുള്ള സ്ഥിരം പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യാസം വരുത്തി ലോകത്തെമ്പാടുമുള്ള കലാസ്നേഹികളുടെ മുമ്പിൽ അവതരിപ്പിക്കാവുന്ന രീതിയിൽ പുതിയ ആഖ്യാന രീതിയിലും സംവിധാനത്തിന്റെ അവതരണ രീതിയിലൊക്കെ പുതുമ വരുത്തിക്കൊണ്ട് പുതിയ കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന നാടകമാണ് ഹിഡുംബി. ഇത്തരത്തിലുള്ള ഒരു വലിയ നാടക ഗ്രൂപ്പിനോടൊപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു നാടകം ചെയ്യണത്. ഇതിലേക്ക് വരാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ അനിരുദ്ധൻ്റെ വഴിയാണ് ഞാൻ പപ്പേട്ടനെ പരിചയപ്പെടുന്നതും പിന്നെ അങ്ങനെയാണ് ഈ കലാനിലയത്തിലേക്ക് ഞാൻ വരുന്നതും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടകത്തിന് വന്നപ്പോൾ പപ്പേട്ടൻ എന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യിപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ ഞാൻ റിഹേഴ്സൽ ക്യാമ്പിലേക്കായിട്ട് ചെല്ലുകയായിരുന്നു. അതെനിക്ക് ഇപ്പോഴും പപ്പേട്ടൻ അങ്ങനെ എന്താ ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഒരു അത്ഭുതമാണ്. ആരാളെ കൊണ്ടും ഇത്രയും വലിയ ഒരു നാടക ഗ്രൂപ്പിനോടൊപ്പം ചെയ്യാന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യിപ്പിക്കാണ്ട് വരിക എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു കാര്യമാണ്. ഗ്രേറ്റ്നസ് എനിക്ക് എനിക്ക് മനസ്സിലായത് ഒരു 2 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു നാടകം ഇന്റർവെല്ലില്ലാതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇന്റർവെല്ലില്ലാതെ കളിക്കുന്ന ഈ നാടകത്തിൽ ഒരു കഥാപാത്രം ലക്ഷ്മിപ്രിയ ചെയ്യുന്ന ഈ ഹിഡുംബി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ 1.5 മണിക്കൂർ സമയമാണ് വേറൊരാളും ഇല്ലാതെ വൺമൻ ഷോ എന്ന് പറയുന്നത്. ആ കഥാപാത്രം മാത്രം സ്റ്റേജിൽ കളിക്കുക ഈ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കഥാപാത്രത്തിലോടുകൂടി എനിക്ക് തോന്നുന്നു എനിക്ക് എന്തൊക്കെ ടാലൻസ് ഉണ്ടോ, എന്തൊക്കെ ഇമോഷൻസ് എനിക്ക് എൻ്റെ ബോഡി ലാംഗ്വേജിലും എൻ്റെ മുഖത്തും കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഹിഡുംബി എന്ന് പറയുന്നത്. ശരിക്കും ഹിഡുംബി കിട്ടാൻ തന്നെ കാരണം ഞങ്ങളുടെ ഗുരുതുല്യനായ എൻ്റെ അച്ഛന് തുല്യനായ ശ്രീ വിദ്യാധരൻ മാഷ് പറഞ്ഞിട്ടാണ്. വിദ്യാധരൻ മാഷിന്റെ സജഷനാണ് ഞാൻ എന്നൊരാള് ഒന്ന് മഹാഭാരതത്തിലെ ഹിഡുംബി എന്ന കഥാപാത്രവും പിന്നെ വരുന്നത് പുതിയ കാലഘട്ടത്തിലെ ഹിഡുംബി, പുതിയ കാലഘട്ടത്തിലെ സ്ത്രീകളെ പ്രതിനിധീകരിച്ചാണ് ഞാൻ വരുന്നത്. അപാരമായ ടൈമിംഗ് ഉള്ള ഒരു കുട്ടിയാണ് നീതു ദാസ്. ഓരോ ഡയലോഗ് അത് റണ്ടർ ചെയ്യുന്നതിന്റെ ഒരു ടൈമിങ് അത് കറക്റ്റ് ഒരു പോസ്റ്റിലാണ് അവൾ അതിനെ എത്തിക്കുന്നത്. അത് തന്നെയാണ് നീതു ദാസിനെ ഒരു ആർട്ടിസ്റ്റാക്കി മാറ്റുന്നത്. നാട്ടിൽ ജീവിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ എന്റെ മോളെയും കൊണ്ട് കാട് കയറിയത്. ഇവൾ വളരുമ്പോ 3 വയസ്സുകാരിയെ 50 വയസ്സുകാരൻ പീഡിപ്പിക്കുന്ന നാട്ടിൽ ഞാൻ എങ്ങനെ എന്റെ മോളെ വളർത്തും? സ്കൂൾ, ട്രെയിനിങ്, ഞാൻ എങ്ങനെ എന്റെ മോളെ പറഞ്ഞയക്കും? കൂടപ്പിറപ്പിന്റെ ശരീരപടിവ് വർണ്ണിച്ച് കാശെണ്ണി വാങ്ങുന്ന ആങ്ങളമാർക്കൊപ്പം ഞാൻ എങ്ങനെ എന്റെ മോളെ വളർത്തും? എല്ലാവർക്കും മുൻപ് സ്വന്തം കുഞ്ഞിനെ പ്രാപിക്കാൻ തക്കം പാർത്ത് നടക്കുന്ന അച്ഛനോടൊപ്പം ഞാൻ എങ്ങനെ എന്റെ മോളെ വളർത്തും? അമ്മയ്ക്ക് തേങ്ങല് മാത്രം, വാവേ കണ്ണീരിൻ തേങ്ങല് മാത്രം. In this world, every man wants nothing more than a happy family. But there are some unfortunate ones
that hide many dark secrets behind their happy faces. This is the story of one such family headed by a simple man who was pushed to take up some compromising decisions in his life. Like always, he never turned back from the dark path. He chose to walk on. कुलभूषण के साथ साथ सिमरन को भी जान से मार दो। हरिओम। Waris is the story of Rudra Pratap Singh, a man colored in many shades of grey, a man who gave his two sons, Shankar and Shaurya, everything they desired and principally deserved. But he also gave his wife, Yashoda, a promise. A word that would later defy itself and cause more than just discomfort in the lives of many. हम ही ने मरवाया उसे। इसी लायक था वो। Rudra Pratap Singh was a don, yet he never was completely dark. मैं अपनी सोच बदल सकता हूँ, अपने काम करने का तरीका बदल सकता हूँ, पर उसूल He chose the path of illegal means to make money partly as a need and partly because he wanted to. सबकी कोई ना कोई कमजोरी जरूर होती है, पैसा नहीं तो कुछ और। हमें सिर्फ पता चलना चाहिए कि उसकी कमजोरी क्या है। A good husband and father, Rudra Pratap had some sins to pay for. Shankar, Rudra Pratap's eldest son, murders in defense at the tender age of 11 and joins his father with no regret. Shankar loves and respects his father, no holds barred, and would go to any lengths to prove himself worthy of his father's inheritance. He knew in his heart that he was the true Waris. बेटे, तुमने साबित कर दिया तुम सचमुच हमारे विश्वास के काबिल हो। But Rudra Pratap thought otherwise. Rudra's first choice was his younger son, Shaurya. A fun-loving, promising young boy who wanted nothing in his life that remotely resembled trouble or complications. अगर लड़का हुआ ना, तो मैं उसको बिल्कुल अपने जैसा बनाऊंगा। मैं उसे बिल्कुल शौर्य जैसा बनाऊंगा। Rudra had promised Yashoda that unlike Shankar, Shaurya will never be touched by his cruel business. Little did Rudra Pratap know that one day the only hope the family had of survival would be the one person who had nothing to do with any of this. Shaurya, the boy who became a man of great importance, the Waris of the Singh family. मैं नहीं जानता कि किसने तुम्हारे साथ इतना बुरा किया है। जिसने भी ये सब किया है वो माफी के लायक नहीं है। मैं हर हाल में उसे सजा दिलवा कर रहूंगा। Come, join the journey of this family as they walk through a life that is anything but ordinary. Waris, a gripping family drama with emotional, action-packed and romantic twists and turns, bound to get you addicted. I have met so many designers, so many directors and actors who all are engineers. So I think we are the only engineers have so much of caliber to do so much of work. So I did engineering, I didn't understand shit about it, like coding and all. So I realized this is not my cup of tea. I did my management, I went to bank and realized this is not something which I want in my life. And then I did Miss India, participated in Miss India, and I won the crown. So yes, that is something which I like. So now I know what I want to do. It's the same way when my exam is tomorrow and I'm not done with my 5 units. I still have the hope I'm going to get it. I'm going to complete it. The same way I always take risk. Because you try for 5 months or 6 months, but in 5-6 months, if you're not enjoying the work you're doing, that means something is wrong there. And I'm kind of person who will not work for money only. Like, I want to live my life. And then I participated with the feeling I'm going to enjoy for next 20 days in Miss India. When you go to Miss Earth pageant, it is all about
saving Mother Earth. 25 days. I did plantation like sapling plantation of like 18. So the only thing we were like 92 beauty ambassadors from all over the world, and we used to go to different places in Philippines, do the plantation, clean the city, promote green country, green world, tell people about the changes which is happening in the climate. So that was something which inspired us a lot, and I still do a little bit of my thing. To a girl who had just done her 12th standard, they want to go to Bombay and start their life. It is pretty tough because you are not economically sound, family doesn't support you, so you know you are like royally in a bad shape. So it's always good to finish, like you need to have a parallel career. So that's what I'll suggest. But Bombay is a very cool place to go and work. People are like really nice. I have never felt like, you know, I've never faced any kind of problem in Bombay. So I think everyone who wants to go, please give it a one try. Like, you know, never sit back and think like after 15 years that if I would have been there, I would have been superstar. Go and try. And I have my own model agency in Bombay. I own it. I'm in a partnership with a friend of mine. And I'm going to open an agency very soon in Dubai. So all the girls who want to participate, please come to me.